ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ എന്തിന്റെ കൂടെയും ചേരും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളൊക്കെ വഴറ്റി എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഉടയുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കുക. ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വഴറ്റിയെടുത്തിട്ടുള്ള ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് കുതിർത്തതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയുടെ കൂടെ അങ്ങ് അരച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വന്നതിന് ശേഷം ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ളതും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മളിതാ പുഴുങ്ങിയ മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ അത് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.